ഒരു ഗോത്രം ഒരു 10-30 പേര് തൊട്ട് 50 പേരാകുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ഗ്യാദർ ചെയ്തായിരുന്നു ജീവിക്കുന്നത്. നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഭക്ഷണം തേടിയും ശേഖരിച്ചും ജീവിച്ചിരുന്ന കാലത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു 50 പേരോളൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേന് ഭക്ഷണം കിട്ടാതാവും. കിട്ടുന്ന ഭക്ഷണം അവർക്ക് അപ്പോൾ അവർ പിരിയും. 20 പേരും 30 പേരെന്നൊക്കെ ഉള്ള നിലവാരത്തിൽ പിരിയും. പിരിഞ്ഞ് വീണ്ടും 50 പേരാകുമ്പോൾ അവർ പിരിയും. അങ്ങനെ പിരിഞ്ഞ് ഭൂമി മുഴുവൻ പരന്നാണ് നമ്മൾ ഭൂമി മുഴുവൻ മനുഷ്യരായത്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരേ മനുഷ്യരാണ്. ആദ്യത്തെ ഗോത്രം 2ആയി, 2 4ആയി, 4 8ആയി, ഇങ്ങനെ ഭൂമി മുഴുവനും പരന്നു. അപ്പോൾ ഭൂമിത്തെ രേഖയിൽ ജീവിച്ചിരുന്ന മനുഷ്യര് വടക്ക് പ്രദേശങ്ങളിലേക്ക് പോയപ്പോൾ സാഹചര്യം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് 1000 തലമുറ കൊണ്ടാണ് വെളുത്തവരായി പോകുന്നത്. അല്ലാതെ വെളുത്തവർ ആദ്യം ഉണ്ടാകുകയല്ല. കറുത്ത മനുഷ്യരാണ് വെളുത്തത്. കറുത്ത കരടിയാണ് ധ്രുവകരടിയാകുന്നത്, വെളുത്ത കരടിയാകുന്നത്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് നമ്മുടെ ശരീരത്ത് തട്ടി നമ്മുടെ മെലാനിൻ എന്ന് പറയുന്ന കറുപ്പ്, നമുക്ക് ക്യാൻസർ ഉണ്ടാകാതിരിക്കാനുള്ള തടസ്സം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ കറുപ്പ്. പക്ഷെ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ വടക്കോട്ട് നമ്മൾ നീങ്ങോ അല്ലെങ്കിൽ ഭൂമിയുടെ തെക്കേ അറ്റത്തോട്ട് പോവുകയോ ചെയ്താൽ സൂര്യപ്രകാശം ചരിഞ്ഞേ വരുള്ളൂ. അപ്പൊ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പൊ തടയാനുള്ള മെലാനിനുള്ള ആൾക്കാരുടെ മക്കൾ ഉണ്ടാകത്തില്ല. കാരണം വൈറ്റമിൻ ഡി ഇല്ലാതെ ചത്തുപോകും നേരത്തെ. അപ്പോൾ കൂട്ടത്തിൽ വെളുത്തവരുടെ മക്കൾ ഉണ്ടായാണ് അത് 100 കണക്കിന് തലമുറ കൊണ്ടാണ് നമ്മൾ വെളുത്തു പോകുന്നത്. അതുകൊണ്ടാണ് ധ്രുവത്തിലോട്ട് പോകുമ്പോൾ എല്ലാവരും വെളുക്കും. ധ്രുവത്തിലുള്ളവര് തെക്കോട്ട് നടന്ന് ഭൂമധ്യരേഖയിലോട്ട് വന്നാൽ പതുക്കെ കറക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ബ്രൗൺ ഉള്ള ആളുകളൊക്കെ ഉണ്ടാകുന്നത്. എങ്ങനെയത് മനസ്സിലാക്കേണ്ടത്? ഇതിനെയാണ് പരിണാമം എന്ന് നമ്മൾ പറയുന്നത്.